ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിന്റെ റെസിപ്പി എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നോട് ഒരു 50 ഗ്രാം കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നീട് എടുത്തത് വാനില എസൻസ് ആണ്. അപ്പോൾ കൂവപ്പൊടി ഞാൻ ഈ വീടുകളിൽ നിന്ന് പൊടിച്ച് കൊടുക്കുന്നിടത്തുനിന്ന് വാങ്ങിയതാണ്. ലൈറ്റ് യെല്ലോ കളറും അതുപോലെ വൈറ്റ് കളറും 2 തരം കൂവ ഉണക്കിയെടുത്ത് പൊടിച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ കട്ടയൊക്കെ കാണുന്നത്, വീടുകളിൽ നിന്ന് പൊടിച്ചിപ്പിച്ചതായതുകൊണ്ട്. അപ്പം അങ്ങാടി കടയിൽ നിന്നും വാങ്ങിയതൊന്നുമല്ല. അപ്പോൾ ഈ കൂവപ്പൊടിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് അതിനെ ലൂസാക്കി എടുക്കണം. അപ്പോൾ അതങ്ങനെ ലൂസാക്കി മാറ്റി വെക്കുക. പിന്നീട് കടായി സ്റ്റൗവിലേക്ക് വെച്ച് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാരയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നമ്മൾ അലിയിച്ചെടുക്കണം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. കുട്ടികളൊക്കെ കുറുക്ക് കുടിക്കുന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും, നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ലതാണ്, വലിയവർക്കും കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഈ ഒരു പുഡിംഗ്. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഏകദേശം അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. പിന്നീട് നമ്മൾ കലക്കി വെച്ച കൂവപ്പൊടിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മറു കൈ കൊണ്ട് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഏലക്കാപ്പൊടി ചേർത്താലും മതി. അപ്പം അങ്ങനെ ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമ്മൾ കൈകളിലൊക്കെ തെറിക്കുന്നുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് ഒന്ന് കുറുക്കി വരുന്നത്, അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കുറുക്കിൻ്റെ പാകമില്ലേ, ആ ഒരു നന്നായിട്ട് കുറുകി എടുക്കുന്ന ആ പാകത്താകുമ്പോൾ നമ്മളിത് സ്റ്റവ് ഓഫ് ചെയ്യുക. അപ്പം അതിനെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ സമയം നമ്മളൊരു ബൗളിലേക്ക് നെയ്യ് ഒന്ന് തടവി കൊടുത്ത് അതിലേക്ക് ഈ കുറുക്കിനെ മാറ്റി കൊടുക്കുക. ഒരു ബബിൾസൊക്കെ പോകാൻ വേണ്ടി ഇതിനൊന്ന് തട്ടിയെടുക്കുക. അപ്പം ഒന്ന് സ്പൂൺ വെച്ച് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് തട്ടിയെടുക്കുക. അപ്പം നമ്മളെ പുഡിങ് അടിപൊളി പുഡിങ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും, വലിയ അധ്വാനമൊന്നുമില്ല. അപ്പം ഉണ്ടോ, നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, തൊടുമ്പം തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്. അതുപോലത്തെ സാധനമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയി നാളെ വരാം. ബൈ ബൈ.